ടീച്ചറെ പുറത്ത് നല്ല മഴ. അതിന് അല്ല, മഴയായോണ്ട് പി ടി സാറിന് പിള്ളേരെ പി ടിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഓ, അതുകൊണ്ട് ടീച്ചറിന്റെ പി ടി പീരീഡ് പോയി എടുക്കാനാണോ? അതിന് ടീച്ചർ ഇപ്പൊ ഫ്രീ ആണോ? ആണ്, അതാ ചോദിച്ചേ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചെല്ല്. ഇപ്പൊ പി ടി 9 സീലാന്ന് തോന്നുന്നു. പുറത്ത് നല്ല മഴ, അതുകൊണ്ട് ഇന്നത്തെ പി ടി ഗ്രൗണ്ടിലല്ല, ക്ലാസ്സിലാണ്. അതിനകത്ത് നന്നായിട്ട് പാടാൻ അറിയാവുന്ന ആരുണ്ട്? അല്ല, ടീച്ചർ എന്താ പോരുന്നേ? പി ടി സാറ് ക്ലാസ്സിലുണ്ടായിരുന്നല്ലയോ? ഇപ്പൊ മനസ്സിലായോ ടീച്ചറെ? പി ടി സാറിന് മഴയും വെയിലും ഒരു പ്രശ്നമല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചറിനെ വിട്ടത്. ഇനി എന്തൊക്കെ മനസ്സിലാക്കാൻ കിടക്കുന്നു. എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്, ഞാൻ പോകട്ടോ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പി ടി സാറിനെ കുറിച്ചായിരിക്കും. സാറിന് എങ്ങനെ മനസ്സിലായി? പി ടി സാറിന്റെ കാര്യമല്ലാതെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരാറില്ല. ടീച്ചർ പറ. സാറേ, ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ഒരാഴ്ചയാണേ ഉള്ളൂ. ഞാൻ വേറൊരു സ്കൂളിലും കണ്ടിട്ടില്ല പി ടി പീരീഡും പി ടി സാറിനെ പൊക്കി വെച്ചേക്കുന്നത്. ഈ സ്കൂളിലല്ലാതെ ആ പീരീഡ് വേറെ ഏതെങ്കിലും ടീച്ചർമാർക്ക് കൊടുത്ത് അത്ര പോഷണങ്ങൾ പഠിപ്പിച്ച് തീർത്തില്ലയോ സാറേ? എന്ന് വെച്ച് പി ടി സാറിന് പി ടി എടുക്കണ്ടായോ? സാറേ, ഈ പി ടി പീരീഡും പി ടി സാറിനെ കൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടായോ? ഈ 45 മിനിറ്റ് വെയിലത്തോട് ഓടുന്നതാണോ ഗുണം? ആ പീരീഡ് വേറെ ഏതെങ്കിലും ടീച്ചർ കയറി അത്ര പഠിപ്പിച്ചങ്ങ് തീർക്കത്തില്ലയോ? തീർക്കും. ടീച്ചറിന് പറയാനുള്ള പറഞ്ഞല്ല. എന്നാ ശരി. സാറേ, ഇതിനൊരു തീരുമാനം വേണ്ടായോ? തീരുമാനം എടുക്കാം. ടീച്ചർ ചെല്ലും. ഇന്ന് നമ്മുടെ സ്കൂളിന് അഭിമാന നിമിഷം. കാരണം കഴിഞ്ഞ സ്റ്റേറ്റ് സ്കൂൾ കായികമേളയിൽ നമ്മുടെ കുട്ടികൾ 4 സ്വർണം 7 വെള്ളി 3 വെങ്കലം കരസ്ഥമാക്കി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിപ്പോ നിങ്ങളെ വിളിച്ചു കൂട്ടി ഇവിടെ പറയേണ്ട കാര്യം, നമ്മുടെ കുട്ടികൾ ഈ നേട്ടം കരസ്ഥമാക്കിയ ഒരേ ഒരു കാരണം നമ്മുടെ പി ടി സാറാണ്. അതും നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ പോയി ഒരു മെഡൽ വാങ്ങുന്നത്. പിന്നെ ഇങ്ങനെ വിളിച്ചു കൂട്ടി പറഞ്ഞതിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഇതിന് മുമ്പ് എന്നോട് ഒരു ടീച്ചർ വന്ന് പറഞ്ഞ്, പേര് പറയുന്നില്ല, ഈ സ്കൂളിൽ എന്തിനാണ് പി ടി പീരീഡും പി ടി സാറും എന്ന്. ഇപ്പൊ അതിനുള്ളൊരു ഉത്തരം ആ ടീച്ചറിനെ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ പി ടി സാറിന് ഒരു വലിയ കൈയ്യടി കൊടുത്തേ.